നമുക്കറിയാം പോർഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയ വേർഷനാണ് ഈ ഒരു വേർഷൻ നമ്പർ നിങ്ങളുടെ പോർഷൻ ട്രാക്കറിലേക്ക് വന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കണം. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതായത് THR സ്വീകരിക്കുന്ന ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർക്കും അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ നോമിനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസങ്ങളിലും THR സേവനം സ്വീകരിക്കാവുന്നതാണ്. അതായത് അവരുടെ ഫോട്ടോ എടുക്കാതെ നോമിനിയെ ആഡ് ചെയ്തുകൊണ്ട് നോമിനിയിലൂടെ THR സ്വീകരിക്കാമെന്നുള്ളതാണ് പുതിയ വേർഷനിൽ വന്നിട്ടുള്ള മാറ്റം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത കൂടെ ഈ ഒരു പോർഷൻ ട്രാക്കറിനകത്തുണ്ട്. അത് എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അതായത് നമുക്കറിയാം THR സേവനം സ്വീകരിക്കുന്ന സമയം FRSന് വിധേയമാവണം. അതായത് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്. ഈ സാഹചര്യത്തിൽ ഇന്റർനെറ്റിന്റെ സംവിധാനത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാതെ THR സേവനം കൊടുക്കാനും അതേപോലെ തന്നെ പോർഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യാനുമുള്ള സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ഈ സെഷനിലൂടെ നിങ്ങൾ പരിചയപ്പെടണം, അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ സാധാരണ പോലെ തന്നെ ഡെയിലി ട്രാക്കിംഗ് എന്ന പേജിലോട്ടാണ് ആദ്യം കയറുന്നത്. അവിടെ നിന്ന് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരംതിരിച്ച് തന്നെ കാണാം. പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും. അതിൽ പ്രഗ്നൻറ്റോ ലാക്ടേറ്റിങ്ങോ ഇത് പ്രകാരം ക്ലിക്ക് ചെയ്യുന്ന സമയം അവരുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിന് നേരെ കാണുന്ന THR എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എത്തുന്ന ആ ഒരു പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് എത്ര ദിവസത്തേക്കാണ് ഈ ഗുണഭോക്താവിന് നമ്മൾ THR കൊടുക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യേണ്ടത്. അതിന് 7 ദിവസം, 15 ദിവസം, 25 ദിവസം എന്നിങ്ങനെ 3 തരത്തിലുള്ള ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ മുൻഗണന കൊടുത്ത് ചെയ്യേണ്ടത് 25 ദിവസമാണ്. അതായത് ഒരു മാസത്തിൽ ഒറ്റ തവണയായി 25 ദിവസത്തേക്കുള്ള THR ആണ് ഈ ഓപ്ഷൻ വഴി നമുക്ക് കൊടുക്കാൻ കഴിയുക. അപ്പോൾ ആയത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് കാണുന്ന ഭാഗം ഇപ്പോൾ ഒന്നും ആക്റ്റീവ് അല്ല. അത് തുടർന്നുള്ള മാസങ്ങളിൽ നമ്മളിലേക്ക് എത്തും. അതിനുശേഷം താഴെ കാണുന്ന ഫേസ് മാച്ച്, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഈ 2 ഫോട്ടോസ് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യം കാണുന്നത് നമ്മളുടെ ഗർഭിണിയോ ലാക്ടേറ്റിംഗ് മദറുടെയോ ഫോട്ടോ ആയിരിക്കും. അതായത് യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ആണ്. അവരുടെ FRS പൂർത്തിയാക്കിയതാണ്, വെരിഫൈഡ് ആണ്. എന്നാൽ തൊട്ട് താഴെ നോക്കുക, പുതിയൊരാളുടെ ഫോട്ടോ കാണും. അതാണ് ആ ഗുണഭോക്താവിൻ്റെ നോമിനിയായി നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള ആൾ. അവരുടെ വിവരങ്ങളും നോമിനി എന്ന് തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നോമിനിയെ ഓപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോമിനിയുടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. അതായത് ഒരു ഗ്രീൻ കളറിൽ ഒരു വൃത്തം വരും. ആ വൃത്തത്തിനുള്ളിൽ തന്നെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത ഉടനെ തന്നെ ഫോൺ പുറകിലോട്ട് വലിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. വെയിറ്റ് ചെയ്യുക. അത്തരത്തിൽ വെയിറ്റ് ചെയ്ത് കഴിയുന്ന സമയം വെരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് കാണും. ആ സമയവും നമ്മൾ ആ ഗുണഭോക്താവിന് നേരെ തന്നെ ഫോൺ പിടിച്ച് നിൽക്കുക. അതിനുശേഷം ഇത്തരത്തിൽ ഫേസ് ഓതന്റിക്കേറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണുന്ന ഒരു പച്ച ടിക്ക് മാർക്ക് കാണും. ഇവിടെ നിന്നാണ് നമ്മൾ ഫോൺ പുറകിലോട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന അടുത്ത സന്ദേശം കാണും. ഈ സന്ദേശം വന്നു കഴിഞ്ഞാലും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് THR സേവനം വിതരണം ചെയ്തിട്ടുണ്ടെങ്കിലും പോർഷൻ ട്രാക്കറിലെ സെർവറിലേക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്റർനെറ്റ് ഇല്ലാതെയാണ് THR കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഫോണിലെ നെറ്റ് ഓഫാണ്. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ഡാറ്റ സേവ് സക്സസ്ഫുള്ളി കണ്ടാലും സെർവറിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിലെ ഡാഷ്ബോർഡിലേക്കും നമ്മുടെ CDPO ലെവലിലും സൂപ്പർവൈസർ ലെവലിലും നിങ്ങൾ THR കൊടുത്തിട്ടില്ല എന്നുള്ള രൂപത്തിലായിരിക്കും റിപ്പോർട്ട് കാണുക. എന്നാൽ കൊടുത്തു എന്ന് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പോകേണ്ടത് നമ്മളെ പോർഷൻ ട്രാക്കറിന്റെ ഹോം പേജിലോട്ട് എത്തുക. ഇതാണ് ഹോം പേജ്. ഇത്തരത്തിൽ ഹോം പേജിൽ എത്തിയ ഉടനെ മുകളിൽ കാണുന്ന ക്ലൗഡ് ബട്ടൺ, അതായത് മേഘാവൃത്തത്തിൽ കാണുന്ന ഈ ബട്ടണാണ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ടു സേവ് എന്ന് കാണുന്ന അവിടെ 1 ആക്ടിവിറ്റീസ് എന്ന് കാണും. സാധാരണ നിങ്ങൾ അംഗൻവാടി തുറന്നു AWC ഓപ്പൺ സ്റ്റാറ്റസ് എന്ന ഭാഗം ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഇല്ലാത്ത സമയത്തോ നിങ്ങൾ ചെയ്ത പ്രവർത്തനം സെർവറിലേക്ക് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ ടു സേവ് എന്ന് കാണുന്നത്. അവിടെ ആക്ടിവിറ്റീസിൻ്റെ എണ്ണം കൂടുതലായി വരും. ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് അവസാനിക്കുന്നത് വരെ, അതായത് ഇതിന്റെ കറക്കം അവസാനിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പേജിലോട്ട് എത്തുന്ന സമയം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വന്നു എന്നുള്ളത് ഉറപ്പാക്കണം. ആ ഇന്റർനെറ്റ് ഒന്ന് ഓണാക്കി വെക്കണം. അതേപോലെ തന്നെ വൈഫൈ ആണെങ്കിൽ വൈഫൈ കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടി ഉറപ്പാക്കണം. അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഈ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ താഴെ നോക്കുക, ജനറൽ എന്ന് കാണുന്ന കാറ്റഗറിയിൽ THR ഓർ HCM ആ കാറ്റഗറി ആരാണോ, ലാക്ടേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്നന്റ് ആണോ എന്നുള്ളത് അവിടെ തെളിഞ്ഞു വരും. ഏത് ഡേറ്റ് ആണ് നിങ്ങൾ
ഓഫ്ലൈനായിട്ട്, അതായത് ഇൻ്റർനെറ്റ് ഇല്ലാതെ THR മാർക്ക് ചെയ്ത് ആ ഡേറ്റ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ THR കൊടുത്തതായി മാർക്ക് ചെയ്ത വിവരങ്ങളൊന്നും തന്നെ സെർവറിലേക്ക് പോയിട്ടില്ല. അതായത് നമ്മൾ CDPO ലോഗിനിലേക്കും സൂപ്പർവൈസറിൻ്റെ ആപ്പിലേക്കും ഇത് കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കടന്നെത്തുന്നത് വരെയും നിങ്ങൾ ചെയ്ത പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും എത്തുക, ഓർക്കുക. അപ്പോൾ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ജനറൽ എന്ന് കാണുന്ന ഭാഗത്ത് ഇത്തരത്തിൽ THR HCM എന്ന് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൻഡിങ് ടു സേവ് ആക്ടിവിറ്റിയാണ്. അതാണ് നിങ്ങൾ ചെയ്ത പ്രവർത്തനം പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ട് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ ഇന്റർനെറ്റ് ഓൺ ആയി എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് ടു സേവ് എന്ന് കാണുന്ന ഭാഗത്ത് 0 ആക്ടിവിറ്റീസ് എന്ന് കാണും. അതിനർത്ഥം നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി എല്ലാം തന്നെ സക്സസ്ഫുള്ളി സെർവറിലേക്ക് ട്രാൻസ്ഫർ ആയി നിങ്ങൾ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ CDPO ലോഗിലും സൂപ്പർവൈസർ ലോഗിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് ഉറപ്പാക്കേണ്ടത് എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. അതിന് നമ്മൾ വീണ്ടും THR HCM എന്ന് കാണുന്ന ഭാഗം നമ്മളെ ഡെയിലി ട്രാക്കിങ്ങിൽ ഉണ്ടാവും. ഡെയിലി ട്രാക്കിംഗ് പേജിലോട്ട് എത്തുക. ആ ഭാഗത്ത് നിന്ന് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുക്കുക. നമ്മൾ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഗുണഭോക്താവിൻ്റെ പേര് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ THR എത്ര ദിവസം കൊടുത്തു എന്നുള്ളത് ഈ ഭാഗത്ത് തെളിഞ്ഞു വരും. അതേപോലെ തന്നെ ഇവിടെ THR എന്നുള്ളത് മങ്ങിയ നിറത്തിൽ കാണാനും സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ മോഡിൽ ഒരു ഗുണഭോക്താവിന് THR മാർക്ക് ചെയ്യുന്നതും അത് സെർവറിലേക്ക് പോയി എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും. താങ്ക്